കുറേ ദിവസമായിട്ട് ചോറ് ബാക്കി വരലില്ലേന് കേട്ടോ. പിന്നെയാണെങ്കിൽ ചോറ് വെച്ച് കണ്ട് ഈ ഒരു ചായൻ്റെ കടി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയതാ. പിന്നെ ഞാൻ പിന്നത്തെ ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് കരുതി നിന്ന് നോക്കുമ്പോൾ ഒറ്റ ദിവസം ചോറ് ബാക്കി വരുന്നില്ല. അപ്പോൾ ചില ദിവസമൊക്കെ നമുക്ക് ഉണ്ടാകണമല്ലോ ചോറ് ബാക്കി വേണമെന്ന് കരുതിയാൽ ചോറ് ബാക്കി ആക്കല്. അപ്പോൾ ഇന്നലെ ഏതായാലും ഞാനൊരു ഗ്ലാസ് അരി കുറച്ച് ഏറെ ഇട്ടുകാണ്ട് ചോറ് ബാക്കിയാക്കി വെച്ചിട്ട് രാത്രിയിൽ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് മക്കളെ ഇത്. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് കളഞ്ഞുകാണ്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് കഴുകി എടുത്തുകാണ്ടിതാ ചോറ്. അപ്പോൾ ഇത്ര ചോറൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഒരൊറ്റ ഗ്ലാസ് ചോറ് വെച്ച് കണ്ടാണ് ഈ ഒരു രാവിലെ നമുക്കൊരു കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന. പിന്നെ ആണെങ്കിൽ എണ്ണ ഒരുപാട് ചേർക്കുക, എണ്ണൻ്റെ ഒരു പരിപാടി ഇതിലില്ല കേട്ടോ. രാവിലെയൊക്കെ ചായൻ്റെ കടി ഉണ്ടാക്കുമ്പോൾ എണ്ണക്കടി ഉണ്ടാകുകയെന്ന് വെച്ചാൽ അതൊരു സുഖമില്ലാത്ത ഏർപ്പാടല്ലേ. അപ്പോൾ ഒരു തുള്ളി എണ്ണൻ്റെ ആവശ്യമില്ല. പിന്നെ അരിപ്പൊടി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ നമുക്ക് ഈ രാത്രിയിൽ ബാക്കി വരുന്ന ചോറ് വെച്ച് കണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സൊക്കെയാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിനൊരു ഗ്ലാസ് ചോറ് എടുക്കുക. മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചോറ് വെള്ളത്തിലിട്ട ചോറായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. വേഗം അരിഞ്ഞു കിട്ടും ചോറല്ലേ. അപ്പോൾ അത് അരിഞ്ഞീണ്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാണ്. ഇനിയിപ്പോൾ ചോറ് അരവ് കുറഞ്ഞ് ചെറിയ പൊടികളൊക്കെ ഉണ്ട് വിചാരിച്ചേണ്ടൊന്നും കുഴപ്പമില്ല. നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ തരികളൊന്നും വിചാരിച്ചിട്ടൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഏതായാലും ഇത് ഞാൻ ഇപ്പം നല്ലോണം അരച്ചെടുത്തിക്കണ്. ഇനിയിപ്പോൾ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്യണം, ഗ്രേറ്റ് ചെയ്യണം കണ്ടുകാണ്ട് ഇപ്പോൾ ക്യാരറ്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒഴിവാക്കണ്ട. കാരണം ചോറിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും, ക്യാരറ്റൊന്നും ഇപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കാബേജൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തോളി കേട്ടോ. ഞാനിപ്പോൾ ഇതെടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചും കരിവേപ്പിൻ്റെലും മല്ലിച്ചപ്പൊക്കെ ആയാൽ തന്നെ മതിയാവും. അതേപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മല്ലിച്ചപ്പ് ഇപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അധികം ആളുകൾ വീട്ടിലുണ്ടാവും. കാരണം ഫ്രിഡ്ജൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പ് അങ്ങനെ ഒഴിവാക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ എടുത്തോളി. നല്ല ഒരു അടിപൊളി ഒരു രുചിയായിരിക്കും ഈ ഒരു മല്ലിച്ചപ്പൊക്കെ ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അത്യാവശ്യം അല്പമുള്ളൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിക്കുകയാണ്. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, കട്ട് ചെയ്താലും പീൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും പിന്നെ നമ്മളിതാ ഒരൊറ്റ ഉള്ളിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ. ഉള്ളില്ലാത്തവരെ വീട്ടിലൂടെ ഉണ്ടാകുക. ഇപ്പോൾ രാവിലെ ആയാലും ഇപ്പം എപ്പോഴായാലും കറിക്കൊക്കെ വേണ്ടിയിട്ടും എപ്പോഴും ഒരു ഉള്ളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിക്കണേ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടാ. അപ്പോൾ ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം മതിയാവും. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല എരിവുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2-3 പച്ചമുളകൊക്കെ എടുത്തീനി. അപ്പോൾ ആ ഒരു മുളക് ഇങ്ങനെ നെക്കി നോക്കുമ്പോഴേ നല്ല ഒരു ഉറപ്പ് തോന്നും. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലോണം മൂപ്പെത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇത് എരിവ് കൂടുന്നു വിചാരിച്ചിട്ട് ഒരൊറ്റ പച്ചമുളകായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചോളി. പിന്നെ പോരാത്തിന് ഇപ്പോൾ ഈ ചൂട് കാലത്തുണ്ടല്ലോ മുളകൊന്നും അധികം കഴിക്കണത് ഒട്ടും നല്ലതല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതിക്ക് ലേശം മല്ലിയിലയും കൂടി നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ അരിഞ്ഞിടും. മല്ലിയിലേൻ്റെ ഇല മാത്രമല്ല തണ്ടടക്കം ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ചോറ് അരച്ച് വെച്ചിനല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിങ്ങൾ വടിച്ചെടുക്കട്ടോ. പിന്നെ ഈ ഒരു മിക്സിൻ്റെ ജാറ് ഞാൻ ഈ ഒരു സമയത്ത് ക്ഷയിച്ചെടുക്കണമെന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ജാറ് ക്ഷയിച്ചാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ചോറും ഈ ഒരു വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ ചേർക്കേണ്ടത് ആവശ്യമാണ്, അതൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഈ ഒരു ജാറ് എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പോളം റവയാണ്. ഇനിയിപ്പോൾ റവ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അതെല്ലാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതെടുത്താലും മതിയാവും. ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഉരുളക്കിഴങ്ങൊക്കെ ആകുമ്പോൾ ലേശം അരിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ലേശം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു റവ ഇട്ടെടുത്തിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും, ഏതായാലും ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നല്ലോണം അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്.
ഇതുപോലെ ചെറിയ ജാറിലിട്ട് അരച്ചാലുണ്ടല്ലോ നല്ലോണം അരിഞ്ഞ് കിട്ടും വലിയ ജാറിനേക്കാളൊക്കെ. കാരണം ഇതിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. നമ്മൾ വലിയ ജാറിലൊക്കെ ഇട്ടിട്ട് അരക്കുമ്പോൾ കുറച്ച് കൂടുതൽ റവൻ്റെ ആവശ്യം ഉണ്ടാവും. ചെറിയ ജാറിൽ 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് റവയൊക്കെ ആകുമ്പോൾ ചെറിയ ജാറിന് എടുക്കുക. പിന്നെ നല്ല മോശമുള്ള ജാറാണെങ്കിൽ വലുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 3/4 ഗ്ലാസോളം റവയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ലേശം കൂടെ വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിൻ്റെ ജാർ അവർ ചോറും അതുപോലെ തന്നെ റവിയൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ തന്നെ ഉണ്ട്. അത് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വടിച്ചെടുക്കുക. പക്ഷേ ഇതിൽ വെള്ളം കുറച്ചും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കി മിക്സിൻ്റെ ജാറ് നല്ലോണം വൃത്തിയാക്കി കുലുക്കി എടുത്തുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അപ്പക്കാരാണ് കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണോളം അപ്പക്കാരം, ഒരുപാടൊന്നും വേണ്ട, ലേശം അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന്, അപ്പോൾ ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ലേശം ശ്രദ്ധിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല നമുക്കത്. അപ്പോൾ ഉപ്പൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നോക്കുക ഉപ്പുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ. കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് കറിയൊന്നും ചേർക്കാതെ കഴിക്കണ പലഹാരം എന്നല്ല, നമുക്കതൊരു ചായൻ്റെ കടി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മസ്റ്റായിട്ടും വേണേ. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. ചുട്ട് കഴിഞ്ഞിട്ട് അല്ലാതെ ഇന്നേരൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ രുചി കൂട്ടുന്ന ഒന്നാണ് കറിവേപ്പില. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കട്ടോ. ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു കടുകൊക്കെ പൊട്ടിക്കണ പാത്രത്തിൽ, കടുക് പൊട്ടിക്കുന്ന പാത്രമൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. ആദ്യത്തെ പോലെ ഒന്നല്ല, അപ്പോൾ എല്ലാവരും ഗ്യാസ് സ്റ്റൗവ് ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ വലിയൊരു പ്രശ്നം എന്താ പറയുക, എനിക്കുള്ള ഒരു അനുഭവമാണ്. ഈ ഒരു കടുക് പൊട്ടിക്കുന്ന പാത്രം ഈ ഗ്യാസ് സ്റ്റൗവ് നേർക്ക് നിൽക്കില്ല, ചെരിഞ്ഞും ചാഞ്ഞും കെടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടത് വെക്കൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കും. ഇപ്പം ഞാനൊരു ഉപ്പും പാത്രം വെച്ച് അപ്പോഴും ശരിയായില്ല. അപ്പോൾ ഞാനൊരു ചിരട്ട വെച്ചിട്ട് അതിൻ്റെ ആ കൈ ഉണ്ടല്ലോ, കൈ വെച്ചെടുത്തേക്കാണ് ആ പാത്രത്തിൻ്റെ കൈ. അപ്പോഴാണ് അവിടെ നിൽക്കണത്. നമ്മളിപ്പോൾ കടുക് വറവിടണമെങ്കിൽ പോലല്ല, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് കുറച്ച് നേരം അടുക്കുമ്പോൾ നിൽക്കണമല്ലോ. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഗ്യാസ് സ്റ്റൗമ്മ നിൽക്കാതെ വീണ് പോണ പാത്രം ഉണ്ടല്ലോ, ഇങ്ങനത്തെ കടുക് വറുക്കണ പാത്രം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനിത് വാങ്ങിയോടുത്ത് പെട്ടതാണോ അതല്ല നിങ്ങൾക്കും ഇങ്ങനത്തെ ഒക്കെ പാത്രം തന്നെയാണ് വാങ്ങാൻ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വലിയ ബുദ്ധിമുട്ടാണിത്. ഒരു നേരം ഗ്യാസ് സ്റ്റൗമ്മിൽ ഇത് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് തുറന്ന് നോക്കി ഒരു സൈഡ് നല്ലോണം ആയിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാൻ ഈ കുണ്ടങ്കേറ്റ് കിട്ടണില്ല. അപ്പോൾ ഏതായാലും നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സ്പാച്ചിലുമൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ വീണിട്ടോ, അതുകൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ ഈ ഒരു റവൻ്റെയും ചോറിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചിലവർക്ക് ഇത് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായൻ്റെ കടി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പിന്നെ ഇതിന് ഉൾഭാഗം ഉണ്ടല്ലോ, പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ 3 എണ്ണമാണ് ഈ ഒരു മാവ് വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു 3 എണ്ണം ഉണ്ടായാൽ തന്നെ 3 ആളൊക്കെയാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. പക്ഷേ ഇതിൻ്റെ ഋതുവിന് ഇത് വലിയൊരു ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാരണം ഓൾക്കിത് എന്താണെന്നറിയില്ല, ഓൾക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയൊരു കുഴപ്പമില്ല, വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കിട്ടിയ റെസിപ്പിയും കൂടെയാണ് ഇത്. അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ രാത്രിയിലൊക്കെ ചോറൊക്കെ കഴിക്കാൻ മടുക്കും, വേഗം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കിക്കോളി. റവ ചോറ് ഈ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും ടേസ്റ്റ് നിങ്ങൾക്കറിയാം. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി കൂട്ടി തിന്നപ്പം രസമുണ്ട്. അല്ലാതെ വെറുതെ കഴിക്കുമ്പം രസം ഉണ്ട്, പക്ഷേ നല്ലോണം ഉണ്ടല്ലോ ആർത്തിയോടെ കഴിക്കണേ, അതിനുള്ളൊരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് പറയാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒട്ടും ടേസ്റ്റ് ഇല്ല നിങ്ങൾ വിചാരിച്ചാലോ കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ.
അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, റവയും ചോറൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട്, ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഒരു സമയത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്താം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.